ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സ്വത്തു തർക്കത്തിന്റെ പേരിൽ സഹോദരപുത്രൻ വീട് പൊളിച്ചു പെരുവഴിയിലായ പറവൂർ സ്വദേശി ലീലയുടെ താൽക്കാലിക ഷെഡും തകർത്തു. നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ താൽക്കാലിക ഷെഡാണ് സഹോദരപുത്രൻ രമേശ് തകർത്തത്. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ലീല പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ഒക്ടോബറിലാണ് പറവൂർ സ്വദേശി ലീലയുടെ വീട് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരപുത്രൻ രമേശ് JCB ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞത്. ലീലയുടെ ദുരിതം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സന്നദ്ധ സംഘടന പുതിയ വീട് വെച്ച് നൽകാൻ തയ്യാറായിരുന്നു. പുതിയ വീടിന്റെ പണി പൂർത്തിയാവുന്നതുവരെ ലീലയ്ക്ക് താമസിക്കാൻ നാട്ടുകാർ തയ്യാറാക്കി നൽകിയ താൽക്കാലിക ഷെഡാണ് സഹോദരപുത്രൻ രമേശ് പൊളിച്ചത്. പൊളിച്ചു കളഞ്ഞ വീടിന് സമീപം നിർമ്മിച്ച ഷീറ്റ് മേഞ്ഞ താൽക്കാലിക ഷെഡിലായിരുന്നു 5 മാസമായി ലീലയുടെ താമസം. ഇതിനിടയിലാണ് വീണ്ടും സഹോദരപുത്രന്റെ ക്രൂരത. സംഭവത്തിൽ രാത്രിയോടെ ലീല പറവൂർ പോലീസിൽ പരാതി നൽകി. താൽക്കാലിക ഷെഡും പൊളിച്ചതോടെ ലീല ബന്ധുവീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇടുക്കിയിൽ ശമ്പളം കിട്ടാത്തതിൽ തലകുത്തി നിന്ന് ജീവനക്കാരന്റെ പ്രതിഷേധം. മൂന്നാർ KSRTCയിലെ ഡ്രൈവറായ KS ജയകുമാറാണ് തലകുത്തി നിന്ന് പ്രതിഷേധിച്ചത്. മൂന്നാർ ഉടുമ്പൽപേട്ട അന്തർ സംസ്ഥാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ